സായിയോടും ഫാമിലിയോടും ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദിയുണ്ട്. കൈകൂപ്പി ഞാൻ അവരുടെ അടുത്ത് വന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റബോധമാണോ അഭിനയമാണോ എന്നാണ് എൻ്റെ ഒരു സംശയം. ശരിക്കും ഈ സായിക്ക് ശരിക്കും രേണുവിനോട് കുറ്റബോധമുണ്ടോ? 48ഓളം വീഡിയോ അയാൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത്യാവശ്യം വരുമാനവും കിട്ടിയിട്ടുണ്ട്, നല്ല രീതിയിൽ ഓടുകയും ചെയ്തിട്ടുണ്ട്. ഈ രേണുവിനോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വിഷമം സായിക്കുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ലാന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ സായിക്ക് ശരിക്കും പറഞ്ഞ ചാരിറ്റി എന്ന് പറയുന്നത് ഒരു പുച്ഛത്തോടു കൂടി മാത്രം കണ്ട ഒരാളാണ്. അച്ചായൻ എന്ന് പറയുന്ന ഒരാളെ നമുക്ക് എല്ലാവർക്കും അറിയാം. അയാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ, അയാളുടെ തെളിവുകൾ എന്തെങ്കിലും കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സായി ചെയ്ത വീഡിയോസൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത് എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അതായത് അച്ചായൻ ചെയ്യുന്ന പുണ്യപ്രവൃത്തി ഞാൻ പറഞ്ഞല്ലോ, ഇനി ഒരാൾക്കായാലോ രണ്ടാൾക്കായാലോ മൂന്നാൾക്കായാലോ കിട്ടുന്നുണ്ടെങ്കിൽ അത് കിട്ടിക്കോട്ടെ. ഇവരൊക്കെ ചേർന്നിട്ട് അച്ചായൻ പെണ്ണുപിടിയാനാണ്, അല്ല അച്ചായൻ വേറെന്തോ പരിപാടിയാണ്, അതുപോലെ തന്നെ അച്ചായൻ ഭയങ്കര ഉടായിപ്പാണ്. പെണ്ണുപിടിയാന്ന് പറഞ്ഞത് ചില വോയിസ് ക്ലിപ്പൊക്കെ പിന്നീട് പുറത്തു വന്നിന്. അത് സായിട്ടെന്ന് ഞാൻ പറയുന്നില്ല, വേറെ ആൾക്കാർ ഇട്ടതാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പിന്നെ അയാൾക്കെതിരെ വന്ന സൈബർ അറ്റാക്കിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണക്കാരൻ ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഈ വ്യക്തി തന്നെയാണ്. അതിൽ നിന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അയാൾ പിന്നീട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വന്ന കമന്റുകൾ സഹായിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് നേരെ സഹായിച്ചാൽ പോരെ, ഇയാൾ എന്തിനാണ് വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കുന്നത് എന്നുള്ള തരത്തിൽ ഒരുപാട് കമന്റുകൾ കണ്ടു. ഈ കമന്റുകളൊക്കെ എന്ന് പറഞ്ഞ് നമ്മുടെ സായി ആശാൻ അപ്പോഴൊക്കെ ഇരുന്നിങ്ങനെ ആസ്വദിച്ചു. ശരിയാണ്, ഞാൻ പറയുന്നത് തന്നെയാണ് ശരി എന്നുള്ള തരത്തിൽ എല്ലാം അങ്ങട് ആസ്വദിച്ചു ഈ ആശാൻ. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആശാനും കുറേ വീഡിയോ അയാൾക്കെതിരെ ചെയ്തു. അത്യാവശ്യം തുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ടോണി അച്ചായൻ ലൂപ്പ് തീരുന്നൊരു ലക്ഷണമില്ല. ഞാൻ ആദ്യമേ പറയുന്നു, ഈ ഒരു കോണ്ടന്റ് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് വേറൊരു വീഡിയോ ഇടുമ്പോൾ അത് വന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായം ബോക്സ് പറയാം. ഞാൻ രാവിലെ നോക്കുന്നുണ്ട് ടോണി അച്ചായൻ ഞാൻ ഗ്യാരണ്ടി നിർത്തുക, ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാം. നാട്ടുകാർക്കും പാവങ്ങൾക്കും വേണ്ടി കോടികൾ മുടക്കിയാണ്. ഇനിയും കോടികൾ ഞാൻ മുടക്കാൻ തയ്യാറാണ്. പക്ഷേ അതായത് ഈ അച്ചായനെ പോലെയൊക്കെ ആവണമെങ്കിലും എന്ന് പറഞ്ഞാൽ 170 ജന്മം ജനിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. 150 അല്ല, 170 ജന്മം ജനിക്കണം. അയാളൊക്കെ ചെയ്യുന്ന പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ ഒരാളുടെയും കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരാളുടെ മറ്റേ ഇതെടുത്ത് വായിട്ട് അലച്ചിട്ടോ ഇല്ലെങ്കിൽ സീക്രട്ട് ഏജന്റ് പറയുന്നത് പോലെ മറ്റുള്ളവർ ചപ്പിയിട്ട സാധനം ചപ്പി തിന്നുന്നതോ ഒന്നുമല്ല അച്ചായൻ ചെയ്യുന്നത്. അച്ചായൻ ചെയ്യുന്നത് അദ്ദേഹത്തിന് കിട്ടുന്ന അദ്ദേഹത്തിന്റെ വരുമാനം ഉപയോഗിച്ചാണ് അങ്ങേര് ചാരിറ്റി എന്ന് പറയുന്ന പരിപാടി ചെയ്യുന്നത്. അതിനെതിരെയും അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇവിടെ കുറേ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ സായി അടക്കമുള്ള ആൾക്കാർ. എന്നിട്ട് എന്താണോ അച്ചായന് സംഭവിച്ചത്? ഇനി നിങ്ങളൊക്കെ ചെയ്തത് ശരിയാണെന്നിരിക്കട്ടെ, ഈ ശരിയായെന്നിരിക്കട്ടെ ശരിയായി നിങ്ങളൊക്കെ ചെയ്തത് ശരിയാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് അച്ചായൻ്റെ രോമത്തിൽ പോലും തൊടാൻ കഴിഞ്ഞില്ല? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് നിങ്ങളൊക്കെ ചെയ്യുന്ന പരിപാടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രേണുവിന് പിന്നെ ക്യാൻസർ ആണെന്നൊക്കെ പറഞ്ഞു. ശരിയാണ്, രേണുവിനെ സഹായിക്കണം. ആ സഹായം എന്തിനാണ് നാട്ടുകാരെ വിളിച്ചറിയിക്കുന്നത്? അത് നേരിട്ട് പോയിട്ട് അങ്ങ് ചെയ്താൽ പോരെ? അപ്പൊ താങ്കൾക്കും വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിസിറ്റി തന്നെയല്ലേ? പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ലേ 48 വീഡിയോ ഞാൻ ചെയ്തു. ആ വീഡിയോയിൽ ഞാൻ രേണുവിനെ കുറ്റം പറഞ്ഞിട്ടില്ല, അവർ ചെയ്യുന്ന പരിപാടിയാണ് കുറ്റം പറഞ്ഞത്. എല്ലാവരും എന്താ രേണുവിനെ പോയിട്ട് അല്ലെങ്കിൽ എന്താ അങ്ങനെ മാന്തിക്കൊണ്ട് വന്ന് കുറ്റം പറഞ്ഞാണോ? രേണു ഇവിടുന്ന് കാണിക്കുന്ന ഈ പ്രശ്നങ്ങളല്ലേ എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയ സംഭവങ്ങളൊന്നും ആരും പറഞ്ഞിട്ടില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് രേസിയും കുറച്ച് പൈസയും കൊടുത്തു കഴിഞ്ഞാൽ നന്മമരാകുകയോ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആവത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലേ സെലിബ്രിറ്റികളെ ഒരുതരം പുച്ഛത്തോടു കൂടി കാണുന്ന ഈ സായി കൃഷ്ണൻ എന്ന് പറയുന്ന സീക്രട്ട് ഏജന്റ് ഒരിക്കലും ഇതൊരു നന്മ ഉദ്ദേശത്തോടു കൂടിയാണ് രേണുവിനെ സഹായിച്ചത് എനിക്ക് തോന്നുന്നില്ല. 48 വീഡിയോ ചെയ്തു. ആ വീഡിയോസൊക്കെ കൊണ്ടുവന്ന് ഇനി ആരെങ്കിലും പബ്ലിഷ് ചെയ്താലോ ഇല്ലേ പബ്ലിക് ആക്കി കഴിഞ്ഞാൽ സായിക്ക് അതിൽ ഭയങ്കരമായിട്ടുള്ള കുറ്റബോധം ഉണ്ടാകും. അതിൻ്റെ അകത്ത് സായിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകും, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതിന് മുന്നോടിയായിട്ട് ഒരു മുൻകൂർ ജാമ്യം എന്നുള്ള നിലക്കാണ് രേണുവിന് ഈ സംഭവങ്ങളെല്ലാം ചെയ്തത്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സായി കൃഷ്ണൻ പറയേണ്ടത് എന്നാൽ ഈ വീഡിയോ ഒക്കെ ഇട്ട പൈസ ഞാൻ മുഴുവനായിട്ട് രേണുവിന് കൊടുക്കുന്നു എന്നല്ലേ പറയേണ്ടത്? അതിൻ്റെ ഒരു വിഹിതം കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ?
അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടത് അതാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി ഉഡായിപ്പുമായിട്ടൊന്നും വരരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം രേണുവിൻ്റെ ഒരു വീഡിയോ കോള്, പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സായിയുടെ ഒരു കരച്ചില്. ആരെ ബോധിപ്പിക്കാനാണ് മിസ്റ്റർ നിങ്ങളിങ്ങനെ കരയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളുടെ കരച്ചിലിൻ്റെ അർത്ഥം എന്താണ്. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൊടുത്തതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരാളെയും ഇത് അറിയിക്കാൻ പാടില്ലായിരുന്നു. ഇത് അറിയിച്ചത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ടോണി അച്ചായനെ വിമർശിക്കുമ്പോഴും അതുപോലെ 2 വർഷം മുമ്പ് നിങ്ങൾ കുറെ തെളിവുകളുമായിട്ട് വന്നു ഗോപിനാഥ് മുതുകാടിനെതിരെ. എന്നിട്ട് ഇവിടെ എന്താണ് സംഭവിച്ചത്? ഗോപിനാഥ് മുതുകാട് ആ ഒരു സ്ഥാപനവും പൂട്ടിയിട്ട് പോയോ? അയാൾ എവിടെയെങ്കിലും പോയതായിട്ട് നിങ്ങൾക്ക് അറിയോ? ആ സ്ഥാപനം ഇപ്പോഴും അവിടെ തുറന്ന് പ്രവർത്തിക്കുന്നില്ലേ? അപ്പൊ എന്താണ് അതിന്റെ കാരണം? പിന്നെ ഇയാൾ കൊണ്ടുവന്ന വേറൊരു ചങ്ങാതി ഉണ്ടല്ലോ, ഓന്റെ ഭാര്യ വരെ ഓൻ ഇട്ടേച്ച് പോയ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയോ? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഓന്റെ സ്വഭാവം എങ്ങനെയുള്ളതെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഗോപിനാഥ് മുതുകാടിനെ പോലെയുള്ള ഒരു മനുഷ്യനെ ഏതോ ഒരാളെ ആരോ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്, നമുക്കറിയാം ഈ ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നൊരു സംഭവമാണ്. ഇപ്പോൾ ഒരു അനാഥാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഉണ്ടാകും. അവിടെ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിച്ച് പുറത്താക്കും. അങ്ങനെ പുറത്താക്കി കഴിഞ്ഞാൽ ചില വിദ്വാന്മാർ എന്ത് ചെയ്യും? മാധ്യമങ്ങളുടെ മുന്നിൽ പോയിട്ട് എന്നെ അവിടെ നിന്ന് പുറത്താക്കി, എന്നെ അവിടെ നിന്ന് തല്ലി, എന്നെ അവിടെ നിന്ന് ഞൊട്ടി എന്നൊക്കെ പറയും. ഇതൊക്കെ ഉള്ളതും ഉണ്ടാവേ. അതൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ഇങ്ങനെയുള്ള അഭിനേതാക്കളും കുറെ ഉണ്ടാകും. അങ്ങനെയുള്ള കുറെ അഭിനേതാക്കളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഗോപിനാഥിന്റെ ഈ പ്രോഗ്രാം കൊണ്ട്, ഗോപിനാഥ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങളുടെ സ്പെഷ്യൽ സ്കൂളിലൊന്നും ആളില്ല എന്നുള്ള തരത്തിലും ഒരുപാട് ആൾക്കാർക്ക് പരാതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപിനാഥ് മുതുകാടിനെതിരെ നീങ്ങുകയും അങ്ങനെ ആ ഒരു സ്ഥാപനം അടച്ചുപൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളെല്ലാമാണ് ഇവിടെ നടന്നത്. പക്ഷെ ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇതിനെ പറ്റിയിട്ട് കാമാന്ന് ഒരു അക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേർക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നിക്കാണും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവരെല്ലാവരും കൂടി കുറെ തെളിവുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യന്റെ നേരെ വരും. അത് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒന്നും അഡ്രസ് ഉണ്ടാവില്ല. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് പൂട്ടിക്കുന്നത് വരെ ഫോളോ അപ്പ് ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ പൂട്ടിയിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് അത് പൂട്ടിയടാ എന്ന് പറഞ്ഞ് നമ്മൾ ആർത്തെ അട്ടഹസിക്കണം. അതല്ലേ വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രേണു സുധീന്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും ഒരു അക്കാപ്പിച്ച കൊടുത്തു കഴിഞ്ഞാൽ തീർന്നോ? അതാണ്. അപ്പോൾ ചോദിക്കും, നീ എന്താടാ കൊടുത്തത് ചോദിക്കും. ഞാനല്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾക്ക് എപ്പോഴും എന്ന് പറഞ്ഞാൽ 500 റുപ്യ സഹായിക്കാൻ കഴിയുള്ളൂ. 500 നമ്മൾ എത്തിക്കുവാർന്ന്, അത്രേ ഉള്ളൂ. നമുക്ക് AC വാങ്ങിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ വലിയ ഇതൊന്നും നമുക്കില്ല. നമ്മളുടെ പലതുള്ളി പെരുവെള്ളം എന്നാണ്. നമ്മൾക്കൊരു 500 റുപ്യ കിട്ടിയിട്ട് നമ്മൾ അത് കൊടുക്കുന്നല്ലാതെ നമ്മൾക്ക് അങ്ങനെ ഇവൻ പറയുന്നത് പോലെയൊന്നും കേട്ട് പറയാൻ പറ്റൂല. അപ്പൊ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് അതിന്റെ പ്രകസനം ഇപ്പോഴെന്താ സംഭവം എന്നറിയാം. അതായത് രേണുവിന് കൊടുത്തതിന്റെ ഇരട്ടി പബ്ലിസിറ്റിയും അത്യാവശ്യം പൈസയും കിട്ടിയുള്ള കാര്യം എന്താ പറയുന്നത്? ഇല്ലാന്ന് സായിണ്ണന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് പറയുക, എല്ലാവർക്കും വേണ്ടത് പബ്ലിസിറ്റി തന്നെയാണ്. അതിപ്പം മറ്റുള്ളവരെ രോഗമായാലും വേണ്ടിയില്ല, അവരുടെ മരണമായാലും വേണ്ടിയില്ല, അവരുടെ കഷ്ടപ്പാടായാലും വേണ്ടിയില്ല, എന്ത് തേങ്ങാക്കോലയായാലും വേണ്ടിയില്ല. വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പബ്ലിസിറ്റി, ഫെയിം വേണം. അല്ലെങ്കിൽ അവിടെ നിന്ന് ആ ഒരു സംഭവം കൊടുത്ത് കഴിഞ്ഞ പാട് ഒരു ചാനലിന്റെ മുന്നിൽ ഇരിക്കണമെങ്കിൽ ആ AC-ന്റെ പൈസയെങ്കിലും ആ ചാനലിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടാവുമല്ലോ. ഇനി വേറെ ഒന്നും വേണ്ട, കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് ഇരിക്കും. എനിക്ക് പബ്ലിസിറ്റി വേണ്ട, ഞാൻ രേണുവിൻ്റെ അടുത്ത് പോയതിൻ്റെ പബ്ലിസിറ്റി എനിക്ക് വേണ്ട, ഇത് ആരെയും അറിയിക്കും വേണ്ട എന്നല്ലേ പറയാ. എന്നേരം പറയും രേണു അല്ലേ വിളിച്ചത് എന്ന് പറയും. ശരിയാണ്, രേണു ആയിരിക്കാം വിളിച്ചത്. രേണുവിന് നിങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ള നമ്പർ കൊടുത്തത് ആരായിരിക്കും? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ആലോചിക്കേണ്ടത്. അതായത് രേണു എന്ന് പറയുന്ന ആ സഹോദരിക്ക് അസുഖമുണ്ട്, അവരുടെ അസുഖം അത് മാറട്ടെ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പേരിലോ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ സ്വകാര്യമായിട്ട് കൊണ്ട് കൊടുക്കുക. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 പേര് അറിയുന്ന തരത്തിലല്ല കൊണ്ട് കൊടുക്കേണ്ടത്. അത് മനസ്സിലാക്കേ. ഇതൊക്കെയാണ് ടോണി അച്ചായനെതിരെ താങ്കൾ ഉന്നയിച്ച വിഷയങ്ങൾ. ടോണി അച്ചായൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരുപാട് പാവങ്ങൾക്ക് കണ്ണീരിന് ഇത് ഉണ്ടാക്കി കൊടുത്തൊരു വ്യക്തിയാണ്. അതുപോലെ നമ്മൾക്ക് ആർക്കും കഴിയോ? അതിനുള്ള സമ്പത്തും പിന്നെ കാര്യങ്ങളും എല്ലാം ടോണി അച്ചായൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്കുണ്ട്. ഇവരൊക്കെ കൊണ്ടാടുന്ന ബോച്ചെ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നല്ല വ്യക്തി തന്നെയാണ്, ശരിയാണ്. പക്ഷെ ബോച്ചയ്ക്ക് ഒരു പരിമിതിയുണ്ട്, പാവങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റൂല. പക്ഷെ ഇങ്ങനെ അങ്ങനെയല്ല. ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീട്ടിലും പോയിട്ട് നേരിട്ട് പോയിട്ട് ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്തു കൊടുത്ത് അതിനുശേഷവും അവരെ ഫോളോ അപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അച്ചായൻ എന്ന് പറയുന്നത്. അല്ലാതെ 3-4 ആൾക്കാരെ സഹായിക്കുക, അല്ലെ 1-2 ആൾക്കാരെ സഹായിക്കുക, അതെടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിലും മറ്റേ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിൽ ഇടുക, അമ്മാതിരി തോന്നിയവാസങ്ങളൊന്നുമല്ല അവിടെ കാണിക്കുന്നത്.
അവിടെ കൃത്യമായിട്ടെന്ന് പറഞ്ഞ് അങ്ങേര് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അതല്ലേ നടത്തുന്നത്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, സായി കൃഷ്ണനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളോട് വൈരാഗ്യം ഉള്ളതുകൊണ്ടോ വിരോധം ഉള്ളതുകൊണ്ടോ അല്ല, ഇപ്പോഴത്തെ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. ഒരു എസിയും കുറച്ച് പൈസയും വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു എന്ന് കരുതരുത്. നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ പണവും സ്വാധീനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ പകരമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ഒരു വലിയൊരു തുക അവരറിയാതെ കൊണ്ട് കൊടുക്കുക വേണ്ടത്, നാട്ടുകാരറിയാതെ. നന്ദി, നമസ്കാരം.